സാർ, എത്രയോ കാലമായി മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് കേരളവും തമിഴ്നാടും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഇപ്പോൾ കേരളത്തിൽ ആവശ്യമനുസരിച്ച് ഇത് 142 അടിയെ നിശ്ചയിച്ചിരിക്കുകയാണ് ജലനിരപ്പ്. ഇപ്പോൾ തമിഴ്നാട്ടിലൊരു മന്ത്രി പെരിയസ്വാമി അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞേക്കുന്നു, തമിഴ്നാടിൻ്റെ ആവശ്യപ്രകാരം മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 152 അടിയെ ഉയർത്തും. അപ്പോൾ ഇതെങ്ങനെ സാധ്യമാകുമെന്ന് ചോദിച്ചാൽ അതൊക്കെ ചെയ്യും, 2025 ഞങ്ങളത് നടപ്പാക്കുമെന്ന് പറയുന്നു. അവർക്ക് ഇത്ര ആത്മവിശ്വാസം എന്താ കിട്ടുക? അവർ കേരളത്തെ പ്രകോപിപ്പിക്കാൻ വേണ്ടി രാമസ്വാമി എന്നാണെന്ന് തോന്നുന്ന പെരിയസ്വാമി എന്ന ജലസേചന വകുപ്പ് മന്ത്രി തമിഴ്നാടിൻ്റെ അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ഈ കാര്യം പറഞ്ഞത്. 152 അടി വരെ ആക്കാം, അതിനുള്ള അറ്റകുറ്റപ്പണികളും ഒക്കെ അവിടെ നടത്തും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ സന്ദർഭത്തിൽ തന്നെ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചത് 142 അടി എന്ന് നിജപ്പെടുത്തിയിട്ടുള്ളതല്ലേ സുപ്രീം കോടതിയുടെ മധ്യസ്ഥതയിൽ. അപ്പോൾ അതിൻ്റെ ഒന്നും കാര്യമില്ല, അത്രയും വരെ ബലവർത്താണ് ഇപ്പം അണക്കെട്ട്. 152 അടി വരെ ജലനിരപ്പ് അണക്കെട്ടിൽ ഉയരുന്നതുകൊണ്ട് അതിൻ്റെ ബലക്ഷയമൊന്നും ബാധിക്കില്ല എന്ന് അദ്ദേഹം സ്വയം ഒരു വിദഗ്ധനെ പോലെ ന്യായീകരിക്കുകയായിരുന്നു. അപ്പോൾ ഇതേ ചൊല്ലി തമിഴ്നാട് നിയമസഭയിൽ കഴിഞ്ഞ ദിവസം ചോദ്യം ഉയർന്നപ്പം അതിന് മുഖ്യമന്ത്രി സ്റ്റാലിനാണ് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഈ കാര്യം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് സംസാരിക്കും, മുഖ്യമന്ത്രിമാർ തമ്മിൽ സംസാരിച്ച് ഇതിൻ്റെ ഒരു പരിഹാരം തമിഴ്നാടിന് അനുകൂലമായിട്ടുണ്ടാക്കും എന്ന് അദ്ദേഹം ഒരു ആത്മവിശ്വാസത്തോടെ പറയുകയുണ്ടായി. അപ്പോൾ ഈ ചർച്ച തമിഴ്നാട്ടിലാണ് സജീവമായി നിൽക്കെ കഴിഞ്ഞ ദിവസം വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ തമിഴ്നാടിൻ്റെ ഒരു വാഹനം കേരളത്തിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ചെക്ക് പോസ്റ്റിൽ തടഞ്ഞു. കാര്യം, ഈ വാഹനത്തിനകത്ത് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് അറ്റകുറ്റപ്പണികൾ ചെയ്യുവാനുള്ള സാമഗ്രികളുമായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് എത്തിയതായിരുന്നു. അത് കേരളത്തിൻ്റെ അനുമതി ഇല്ലാതെ അങ്ങനെ ഇവിടെ ഇതിൻ്റെ പണി നടത്താനായിട്ട് തമിഴ്നാട് ശ്രമിച്ചപ്പോഴാണ് അവിടെ തടയാനിടയായത്. അത് ഫോറസ്റ്റ് വകുപ്പാണ് തടഞ്ഞത്. അപ്പോൾ നേരത്തെ അനുവാദമൊന്നും വേണ്ട. കാരണം ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ഒരു പ്രത്യേകത, തമിഴ്നാട് ജലം ഉപയോഗിച്ച് കൃഷിയും വൈദ്യുതി ഉൽപ്പാദനം വരെ നടത്തുന്നുണ്ട്, കരാർ ലംഘനമാണത്. അങ്ങനെ നടത്തുന്ന തമിഴ്നാടിന് പ്രയോജനപ്പെടുന്ന ഈ പദ്ധതി യഥാർത്ഥത്തിൽ പദ്ധതി പ്രദേശം കേരളത്തിലാണ്. കേരളത്തിലുള്ള പദ്ധതിയാണ്. കേരളത്തിലുള്ള ഒരു പദ്ധതിയുടെ മെയിൻ്റനൻസ് വർക്ക് നടത്താൻ അയൽ സംസ്ഥാനമായ തമിഴ്നാടിന് എന്താ അവകാശം? അത് കേരളത്തിൽ നിന്ന് അറിയിക്കുകയും രണ്ട് കൂട്ടരും കൂടെ ചേർന്ന് സംയുക്തമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഏകപക്ഷീയമായി തമിഴ്നാട് ഇങ്ങനെ വരികയായിരുന്നു. അന്നപ്പോഴാണ് ഫോറസ്റ്റിൽ ചെക്ക് പോസ്റ്റിൽ തടഞ്ഞത്. സത്യത്തിൽ ഈ തരം പ്രവർത്തനം തമിഴ്നാട് നേരത്തെ നടത്തുന്നുണ്ടായിരുന്നു. നേരത്തെ നടത്തുമ്പോൾ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും അതിന് കണ്ണടച്ചു കൊടുക്കുകയും ആ കണ്ണടച്ചു കൊടുക്കുന്നതിന് പ്രതിഫലം പറ്റുകയൊക്കെ ചെയ്യുന്ന വിവാദം പത്രങ്ങളിലൂടെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇത് കാര്യം, ഈ മുല്ലപ്പെരിയാർ ഹെഡിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്ന പേരിൽ തമിഴ്നാട് ബഡ്ജറ്റിൽ വലിയൊരു എമൗണ്ട് എല്ലാ വർഷവും നീക്കി വയ്ക്കാറുണ്ട്. അതെന്ത് വൈചിത്ര്യമാണെന്ന് നമുക്ക് തോന്നും. അവർ അയൽ സംസ്ഥാനത്തുള്ള ഒരു പദ്ധതിക്ക് മറ്റൊരു സംസ്ഥാനം ബഡ്ജറ്റിൽ തുക വകകൊള്ളിക്കുക, അത് മുഴുവനും ചെലവഴിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം നന്നാക്കൽ പണിയും മറ്റ് കിക്ക് ബാക്കും പരിപാടിയെല്ലാം ഗവൺമെൻറ് വേറൊരു സംസ്ഥാനത്തെ ഗവൺമെൻറ് ഓഫീസർമാർക്കും രാഷ്ട്രീയക്കാർക്കും കൈക്കൂലി കൊടുക്കുന്നൊരു പദ്ധതിയാണ് എന്ന് ജയലളിത പണ്ട് ഭംഗ്യന്തരേണ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ നമ്മുടെ കയ്യിലാണെങ്കിൽ അതിൻ്റെ ഉപയോഗം ശരിക്കും കിട്ടുന്നത് തമിഴ്നാട്ടിലാണ്, അല്ലേ? തേനി ഉൾപ്പെടെ 5 ജില്ലകളിൽ ഈ പറയുന്ന മുല്ലപ്പെരിയാറിലെ വെള്ളം ഇല്ലെങ്കിൽ കൃഷി മൊത്തം നഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ മുല്ലപ്പെരിയാറിലെ വെള്ളം ഉപയോഗപ്പെടുത്തുന്നു. അത് മാത്രമല്ല, പിന്നീട് അവിടെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് നിയന്ത്രിക്കേണ്ട ഒരു ഘട്ടം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന പെരിയസ്വാമി എന്ന് പറയുന്ന മന്ത്രി അവിടുത്തെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. അപ്പം മറ്റൊരു സ്റ്റേറ്റിൽ ഇരുന്നുകൊണ്ട് കേരളത്തിലൊരു ഡാമിനെ കുറിച്ച് വളരെ സ്വതന്ത്രമായിട്ടൊരു അവകാശവാദം ഉന്നയിക്കാം. ഞങ്ങൾ ശരിയാക്കി തരാം, 142 അടിയല്ല 152 അടിയാണ്, അല്ലേ? അപ്പോൾ ഇത്രയും കാലപ്പഴക്കമുള്ള ഒരു സ്ഥലത്ത് 142 അടിയിൽ കൂടുതൽ വെള്ളം സംഭരിച്ചാൽ അത് ഡാമിന് ഭീഷണി
ഭീഷണിയാകുമെന്നും കേരളത്തിലെ പല ജില്ലകൾക്കും അത് ഭീഷണിയാകുമെന്നും സുപ്രീം കോടതിയിൽ പലതവണ വാദം ഉന്നയിക്കപ്പെട്ടതാണ്. അപ്പോൾ തമിഴ്നാടിൻ്റെ ഒരു ധാർഷ്ട്യമല്ലേ, അവരുടെ 5 ജില്ലകൾക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വെള്ളം ഉപയോഗിക്കണം, അപ്പോൾ ഞങ്ങൾ ഈ 2025 ചില നീക്കങ്ങൾ നടത്തുന്നു, അതോടുകൂടി 152 അടി സംഭരണ ശേഷിയിൽ വെള്ളം നിലനിർത്തും. ഇത് വലിയ അഹങ്കാരമാണ്. കാരണം ഇതേപ്പറ്റി ഒരു വിദഗ്ധ സമിതി നേരത്തെ ശുപാർശ ചെയ്തിട്ടുള്ളതാണ്, സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം വന്നതാണ്. അതിനകത്തുനിന്ന് കേരളത്തിൻ്റെ പ്രതിനിധിയായി റിട്ടയർഡ് ജസ്റ്റിസ് KT തോമസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഉൾപ്പെട്ട കമ്മിറ്റിയാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷയെക്കുറിച്ച് ജനങ്ങളുടെ ഉത്കണ്ഠ ഏറെക്കുറെ മാറുന്ന തരത്തിലുള്ളൊരു റിപ്പോർട്ട് വന്നത്. അതിനുശേഷം അദ്ദേഹം പറയുകയും ചെയ്തു, ഓപ്പണായിട്ട് പറയുകയും ചെയ്തു, പിന്നെ മുല്ലപ്പെരിയാർ ജലനിരപ്പ് 142 അടി ഉയരുന്നതുകൊണ്ട് വലിയ അപകടമൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആ അഭിപ്രായം ജസ്റ്റിസ് KT തോമസിനെ പോലെയുള്ള ഒരാളിൻ്റെ അഭിപ്രായം കേട്ടതുകൊണ്ടാണ് ഈ മധ്യ കേരളത്തിൽ ഒരു ശാന്തത പിന്നീട് ഉടലെടുത്തത്. അദ്ദേഹം അങ്ങനെ സ്വാധീനവിധേയനാകുന്ന ഒരു ജസ്റ്റിസ് ആയിരുന്നില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൻ്റെ സത്യസന്ധത ആളുകൾ ഉൾക്കൊണ്ടു. അത് 142 അടിയാണ്. അതിനു മുമ്പ് കേരളത്തിൻ്റെ ആവശ്യം 136 അടിയും 139 അടി കൂടുതൽ പോകാൻ പാടില്ല. പക്ഷേ നമ്മുടെ 2 വെള്ളപ്പൊക്ക കാലത്തും അതിന് കൂടുതൽ ഉയർന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് 142 അടിയിൽ നിന്ന് അല്പം കൂടിയാലും കുഴപ്പമില്ല എന്ന് നമ്മൾ അനുഭവം കൊണ്ട് മനസ്സിലാക്കി. പക്ഷേ ഭാവിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ ആ നിലയ്ക്ക് ഈ തൽക്കാലം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ബലക്ഷയത്തെക്കുറിച്ച് വലിയ ഉത്കണ്ഠയ്ക്കും അങ്കലാപ്പിനും ഇടയില്ല എന്ന നിലയിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ തമിഴ്നാട് അത് വീണ്ടും ഉയർത്തണം, ജലനിരപ്പ് 152 അടി ആക്കണമെന്ന് അവിടുത്തെ ജലസേചന മന്ത്രി പറയുന്നത്. അപ്പോൾ നമ്മുടെ റോഷി അഗസ്റ്റിൻ എന്ന സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം അതിന് പ്രതികരിച്ചു. ഇത് സുപ്രീം കോടതി നിശ്ചയിച്ച ഒരു ഉയരമാണ്, ജലം എത്ര ഉയരണമെന്നുള്ളത്. ആ ജലനിരപ്പിൽ നിന്ന് ഇനി ഉയർത്തണമെങ്കിൽ അത് സുപ്രീം കോടതി ഈ നേരത്തെയുള്ള തീരുമാനം മാറ്റുന്ന ഒരു തീരുമാനം പുതുതായിട്ട് വരണം. എന്നിരിക്കെ തമിഴ്നാട് ഈ കാണിക്കുന്ന സ്വമേധയായുള്ള ഏകപക്ഷീയമായ നീക്കങ്ങളും തീരുമാനങ്ങളും പ്രസ്താവനകളും തെറ്റാണ് എന്ന് കേരളത്തിലെ ജലവിഭവ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ സാറേ ഒരു സംശയം ചോദിക്കുന്നത്, ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഈ സംരക്ഷണം അല്ലെങ്കിൽ ഇത് ഞങ്ങളാണ് അതിൻ്റെ മെയിൻ്റെനൻസ് നടത്തുന്നതെന്നുള്ളൊരു ധാർഷ്ട്യമുള്ളതുകൊണ്ടല്ലേ തമിഴ്നാട്ടുകാരായ കുറച്ച് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഈ പണിയുന്ന ആൾക്കാർ അവരുടെ സാധനങ്ങളുമൊക്കെ ആയിട്ട് ഈ വള്ളക്കടവിലേക്ക് വരുന്നത്? അപ്പോൾ ഈ വള്ളക്കടവ് കഴിഞ്ഞാൽ അവരുടെ ഒരു കസ്റ്റഡിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് അവർക്കൊരു ധാർഷ്ട്യമുണ്ട്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ഒരു സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ്, അല്ലെങ്കിൽ മാറി വന്ന ഒരു സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ചതാണ് ഈ മുല്ലപ്പെരിയാർ പ്രശ്നം അനന്തമായിട്ട് നീളുകയും അതിൻ്റെ അധികാരം തമിഴ്നാടിൻ്റെ കൈകളിൽ എത്തുകയും ചെയ്തത്. അപ്പം കോടതിയുടെ വിധി ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇന്നതാണ് വേണ്ടത്, കേരളത്തിൻ്റെ സുരക്ഷയോ കേരളത്തിലെ എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾക്കറിയണ്ട. കാരണം നേരത്തെ ആരോപണം എന്താ, ഇത് ചുണ്ണാമ്പ് കല്ലുകൊണ്ടാണ്, ഒപ്പം സുർക്ക എന്ന് പറയുന്ന മിശ്രിതമാണ്. അപ്പോൾ ഇതൊക്കെ കാലപ്രവാഹത്തിൽ കുറേ പ്രശ്നം ഉണ്ടാകുന്ന പറയുന്നത്. ഇപ്പം നമ്മുടെ രാജ്യമല്ലാതെ മറ്റ് വികസിത രാജ്യങ്ങളിലാണെങ്കിൽ ഇത്രയും പഴക്കമുള്ള ഡാമൊക്കെ ഡീകമ്മീഷൻ ചെയ്യുമല്ലോ അല്ലേ? അത് ചെയ്യേണ്ട ഒരു സമയമായി. ഇപ്പോൾ കേരളം ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് എന്താ, പുതിയൊരു ഡാം നിർമ്മിക്കണമെന്ന്. ശക്തമായ ഒരു ആവശ്യം ഉന്നയിക്കാത്തതുകൊണ്ടാണോ തമിഴ്നാട് ഈ രീതിയിൽ നമ്മളെ കേരളത്തിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇങ്ങനെ വന്നിട്ടില്ല. മന്ത്രിയുടെ ഒരു പ്രസ്താവന കണ്ടു. അതേസമയം കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും നല്ല സൗഹൃദത്തിലാണ്. അവർ കഴിഞ്ഞ ആഴ്ചയിൽ വൈക്കത്തും കുമരകത്തും വെച്ച് കൂടിക്കണ്ടു, കാഴ്ച നടത്തി, രണ്ടുപേരും പൊതുപരിപാടികളിൽ പങ്കെടുത്തു. ആ ഇരുവർക്കും ഇടയിൽ മുല്ലപ്പെരിയാർ ഒരു ചർച്ചാ വിഷയമായില്ല. പത്രങ്ങളിൽ പലരും അങ്ങനെ പ്രതീക്ഷിച്ചുവെങ്കിലും അങ്ങനെ ഒരു സംഭാഷണം നടന്നതായിട്ട് അറിയില്ല. ഔപചാരികമായി പോലും ഈ വിഷയം അവർക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ആ കാര്യങ്ങളെല്ലാം മറന്ന് തമിഴ്നാട്ടിൽ ഇതുപോലുള്ള ആവശ്യം ഉന്നയിക്കുന്നത് വഴി തമിഴ്നാടിൻ്റേതായ ഒരു തന്ത്രമുണ്ട് ഇതിനകത്ത്. ആ തന്ത്രം നമുക്ക് കേരള ഗവൺമെൻറ് മനസ്സിലാക്കിയിട്ടുണ്ടോ? കോടതി വിധിയെ പോലും മാനിക്കാതെ അവർ സ്വമേധയാ ഇതിൻ്റെ ജലനിരപ്പ് വർദ്ധിപ്പിക്കണമെന്നും അത് ഇത്ര ആയിരിക്കണമെന്നും വെളിപ്പെടുത്തുന്നു അവിടുത്തെ ഒരു മന്ത്രി. അത് ഉടനെ തന്നെ താക്കീത് ചെയ്യാൻ കേരള ഗവൺമെൻറ്റിന് എന്താണ് കഴിയാത്തത്? അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ തമിഴ്നാടിൻ്റെ തന്ത്രം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? പ്രതിരോധിക്കേണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.